ഹായ് ഗൈഡ്സ്, മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടും ചേച്ചിയുടെ ഹൗസ് വാമിങ്ങിൻ്റെ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള 2024 ഓഗസ്റ്റ് 22. അപ്പം ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്, പ്രവീൺ എന്നാണ് പേര്. ഇതാണ് ചേച്ചിയുടെ വീട് വരുന്നത്. ഹോളാണ് വരുന്നത്. ഇത് ഫസ്റ്റ് റൂമാണ് വരുന്നത്. ആൻഡ് വാഷ് ബേസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് ചേച്ചിയുടെ മകൾ. ആ ഒരു റെഡ് കളർ ഡ്രസ്സ് ഇട്ടത് ഗോപിക എന്നാണ് പേര് വരുന്നത്. മോനും കൂടെ ഉണ്ട്. സായി എന്നാണ് പേര്, സായി മുക്കുർ. ഇതാണ് ചേച്ചി, ബിൻഷ എന്നാണ് പേര്. അപ്പോൾ ഒരു പാലുകാച്ചിലെ ടൈമിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. രണ്ടുപേരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ആണ്. ഒരു കുഞ്ഞടക്കളയാണ്. നല്ല നീളമുള്ള വീടാണ്. ഗണപതി ഹോമൊക്കെ രാവിലെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. പാലുകാച്ചിലെ ടൈമിൽ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അതിൻ്റേതായ ചട്ടങ്ങളിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. നല്ല രീതിയിൽ തന്നെ ഒന്നും പറിച്ചു വരാൻ കുറച്ച് ടൈം എടുത്തു എന്നുള്ളതാണ്. നമ്മൾ കാത്തു നിൽക്കുമ്പോഴാണല്ലോ അതിന് ഡിമാൻഡ് കൂടുക. അപ്പോൾ അതിൻ്റേതായ ഒരു ടൈം എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അത് ഹൗസ് വാമിങ് വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. നല്ലൊരു വീടാണ്, നല്ല രസമുണ്ട്. നീളത്തിലുള്ള വീടാണ്. നല്ല വലിയൊരു ഹോളുണ്ട്. നമുക്കെല്ലാവർക്കും കഥ പറഞ്ഞിരിക്കാനുള്ളൊരു ഹോളുണ്ട്. നല്ല രീതിയിൽ തന്നെ പല വയസ്സിലും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ അനുഗ്രഹം ആ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2024 ഓഗസ്റ്റ് 22 എൻ്റെ സിസ്റ്ററിൻ്റെ ബിൻഷ എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായത് മാഹിയിൽ വെച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ ഫാമിലീസും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഫാമിലീസ് ഒന്നല്ല കേട്ടോ, ഒരൊറ്റ ഫാമിലിയാണ്. അതായത് പറയുമ്പോൾ ചിലപ്പം എല്ലാവർക്കും അത്ഭുതം, പക്ഷെ പഴയ ആൾക്കത് ഒരു അത്ഭുതം ഉണ്ടായിരിക്കാം. അപ്പം അതെന്താണെന്നല്ലേ, എൻ്റെ അമ്മമ്മയ്ക്ക് 10 മക്കളാണ്. 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളുമാണ്. അവരുടെ കുട്ടികളും കുട്ടികളും ഒക്കെ ആയിട്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ഹൗസ് വാമിങ് ഉണ്ടായത്. വളരെയധികം ഹാപ്പി ആയിരുന്നു. അതിൽ തന്നെ പകുതി ചേട്ടന്മാരും ചേച്ചിമാരൊന്നും ഇല്ല, ജോലിക്ക് പോയത് കാരണം അവരൊന്നും ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. എല്ലാവരും ചിലർ ഇന്ത്യയുടെ പുറത്താണ്, അവരുടേതായ ജോലിക്കാണ്, അങ്ങനെയൊക്കെ ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ചേച്ചിമാരുടെ മക്കളും ചേട്ടന്മാരുടെ മക്കളും എല്ലാമായിട്ട് വളരെയധികം ഹാപ്പി ആയിരുന്നു. ഒരുപാട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഒരുപാട് റീൽസ് എടുത്തു. കൂടാതെ തന്നെ ഒരുപാട് കുഞ്ഞുമക്കളുണ്ടായതുകൊണ്ട് തന്നെ അവർ അരി കൂടിയിട്ടുണ്ടായിരുന്നു, അരി തീർക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നമുക്കായിട്ടൊരു സ്പേസ് വേണം, ഒരു റൂം വേണം, അങ്ങനെ ഒന്നുമില്ല. നിലത്തൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുപാട് ആളുകൾ കളിയാക്കി, ഒരുപാട് കോമഡി പറഞ്ഞു. വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ രാവിലത്തെ ഫുഡാണെങ്കിലും ഉച്ചയ്ക്കത്തെ ഫുഡാണെങ്കിലും എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. കഴിക്കാത്തവർക്ക് നമ്മളൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എൻജോയബിൾ, ഒരു മെമ്മറബിൾ ഡേ ആയിട്ടാണ് ആ ഒരു ദിവസം നമുക്കുണ്ടായത്. രാത്രി വരെ അവിടെ ആയിരുന്നു. മോർണിംഗ് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും മോർണിംഗ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാഹി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോഴിക്കോട് സിറ്റിയിൽ നിന്ന് മാഹിയിലെത്താനുള്ള ഒരു ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ട്രെയിനിൽ എത്തിയത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് രാത്രിയാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.